ഗുരുവായൂരെത്തിയാൽ പിന്നെ എല്ലാവരും കണ്ണൻ്റെ സ്വന്തമാണ്. അവിടെ രണ്ടു തരം ആൾക്കാരെ കാണാം. ഒന്ന് ഗുരുവായൂരപ്പനെ കണ്ടവരും പിന്നെ ഗുരുവായൂരപ്പനെ കാണാനുള്ളവരും. പക്ഷേ അവരുടെ എല്ലാ മുഖത്ത് ഒരു പ്രത്യേക ഐശ്വര്യമായിരിക്കും. ഗുരുവായൂരപ്പൻ തൻ്റെ കാന്തി അവർക്കെല്ലാം പകർന്നു കൊടുത്തതുപോലെ അവരുടെ കൺമുനകളിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ. അരനിമിഷമെങ്കിലും ആ നടയ്ക്ക് മുന്നിൽ നിന്ന് ആ രൂപം ഒന്ന് ദർശിക്കാൻ എത്ര ദൂരത്തു നിന്നാണ് എല്ലാവരും എത്തുന്നത്. എത്ര തിരക്കിട്ട് പ്രയാസപ്പെട്ടാണ് തൊഴുന്നതെങ്കിലും അവിടുന്ന് മടങ്ങുമ്പോൾ തന്നെ പിന്നെ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹമാണ് ഭഗവാന്റെ മായാജാലം. കണ്ണനെ കാണാം എന്നത് തൊട്ടൻ കണ്ണിണയിൽ അഞ്ജനം തികയുന്നില്ല, നിന്നോളം ഒന്നുമേ കാണുന്നില്ല, നിന്റെ കാർവർണം തൊട്ടൻ ശിരസിൽ വെച്ചേൻ അത് വരവർണ്ണമായി എന്നിൽ പൂത്തുലങ്ങി. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ വരികൾ അറിയാതെ തന്നെ നാവിൽ വരും. കണ്ണനെ കാണാൻ എത്തിയത് മുതൽ തന്നെ എന്തൊരു ഉത്സാഹമാണ്. ആ ഗോപുരവാതിൽ കടന്നാൽ പിന്നെ എല്ലാവരും കണ്ണന്റെ ആൾക്കാരാണ്, ഭഗവാന്റെ സ്വന്തം. ഭഗവാനെ സ്വന്തമായി കരുതുന്നവർ ഭഗവാന്റെ സ്വന്തമാണ് എന്ന് പണ്ടെവിടെയോ വായിച്ചിട്ടുണ്ട്. എത്ര പ്രയാസപ്പെട്ട് തൊഴുതിറങ്ങി മടങ്ങുമ്പോഴും ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്, ഇനി എന്നാ ഭഗവാനെ ഇവിടെ വീണ്ടും എത്തുന്നത്? സ്നേഹത്തോടെ നന്ദി.